ലച്ചു താഴേക്ക് ചെന്നതും വക്കീലും ശിവനും കൂടി സോഫയിലിരുന്ന് സംസാരിക്കുന്നതാണ് കണ്ടത്. അവൾ ശിവന് മുന്നിൽ ചെല്ലാനുള്ള ചമ്മലോടെ പതിയെ ശബ്ദമുണ്ടാക്കാതെ സ്റ്റെപ്പിറങ്ങി അടുക്കളയിലേക്ക് നടന്നു. പുറത്തേക്ക് നോക്കിയിരിക്കുന്നതിനാൽ ശിവൻ അവളെയൊന്നും കണ്ടതുമില്ല. ശിവ, നീ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർ ഇനിയും അടങ്ങിയിട്ടില്ല. അല്ല, എന്തിനാണ് അവർക്ക് നിന്നോട് ഇത്രയും പക എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. വക്കീൽ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ശിവൻ താടി ഒഴിഞ്ഞുകൊണ്ട് വക്കീലിനെ ഒന്ന് നോക്കി. ശേഷം ദൂരേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി. എനിക്കറിയില്ല ഏട്ടാ, പറഞ്ഞറിഞ്ഞു വെച്ച് എൻ്റെ അമ്മയുടെ സ്വത്തുവകകൾ അത് സ്വന്തമാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ അത് നടന്നില്ല. അമ്മയെ ഇല്ലാതാക്കിയാലെല്ലാം അമ്മയുടെ ഭർത്താവ് എന്ന നിലയിൽ അച്ഛനല്ല അയാൾക്ക് ചെന്ന് ചേരുന്നത് അവർ വിചാരിച്ചു കാണും. പക്ഷേ അതിനു മുൻപ് തന്നെ എല്ലാ സ്വത്തുവകകളും അമ്മയുടെ പേരിലേക്ക് മാറ്റിയിരുന്നല്ലോ. അതോടെ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായ അവസ്ഥയിൽ ഇരുന്നപ്പോഴല്ലേ ലച്ചുവുമായി ഞാൻ വീണ്ടും തിരിച്ചു വന്നത്. അവൻ മീശ കടിച്ചുകൊണ്ട് അയാളെ നോക്കി. ആയിരിക്കാം, പക്ഷേ നിന്നെയും ലച്ചുവിനെയും തമ്മിൽ തെറ്റിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? വക്കീലിൻ്റെ ചോദ്യം ന്യായം. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോഴാണെങ്കിൽ ലച്ചു ഫ്രീ ആണ്. ഞാൻ അവൾക്കൊരു പണി കൊടുത്തിട്ടില്ല. സോ അതിനു മുൻപ് തമ്മിൽ തെറ്റിച്ച പിന്നെ എന്നെ കൊണ്ട് രഞ്ജുവിനെ കെട്ടിച്ച സ്വത്ത് ഇൻഡയറക്റ്റായിട്ട് അവർക്ക് സ്വന്തം. യു ഗോട്ട് ഇറ്റ്. ശിവൻ വല്ല കാര്യം പോലെ പറഞ്ഞു നിർത്തി. യെസ് യുവർ ഓണർ. വക്കീൽ പെട്ടെന്ന് യുദ്ധഭൂമിയിലാണെന്ന് ഓർത്തുപോയി. ഐ മീൻ കോർട്ടിൽ. അതല്ലടാ, പിന്നെ നീ പറഞ്ഞില്ലേ അവളിപ്പോൾ ഫ്രീ ആണെന്ന്. നീ ഒരു പണിയും കൊടുത്തിട്ടില്ലെന്ന്. അതെന്താ ഉദ്ദേശിച്ചേ? വക്കീൽ അവൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടേ പോകൂ. ഓ മണ്ട, ചുമ്മാതല്ല. നിങ്ങളിങ്ങനെ കേസില്ല വക്കീലായിപ്പോയത്. മാറങ്ങോട്ട്. ഞാൻ പോയി എൻ്റെ ദമന്തിയെ ഒന്ന് കണ്ടിട്ട് വരാം. അവൻ വക്കീലിൻ്റെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് എഴുന്നേറ്റു. ദമന്തിയോ? അതാര്? വക്കീൽ സംശയത്തോടെ അവനെ നോക്കി. അതൊക്കെ ഉണ്ട്. അയാളെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് അവൻ തിരിഞ്ഞതും കണ്ടു തന്നെ കൂർപ്പിച്ച് നോക്കി നിൽക്കുന്ന ലച്ചുവിനെ. ഇപ്പൊ പൊട്ടുമെന്ന പോലെയാണ് നിൽപ്പ്. അവൻ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിൽ അവളെ നോക്കി. എന്തോ ആലോചിച്ച് തിരിഞ്ഞ വക്കീൽ കാണുന്നത് നിന്ന് കഥകളി കളിക്കുന്ന കെട്ടിയോനെയും കെട്ടിയോളെയും. ഇത് തന്നെ അവസരം, വക്കീൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ആഹാ, നീ ഇതുവരെ പോയില്ലേ? നിന്റെ ദമയന്തി എവിടെയോ വെയിറ്റ് ചെയ്യും, ചെന്നില്ലെങ്കിൽ പിണങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട്. വക്കീൽ എരുതിയിൽ ഓയിൽ ചന്നം ഭിന്നമായി ഒഴിച്ചു. എപ്പോ? അവൻ തിരിഞ്ഞ് വക്കീലിനെ നോക്കി. അവിടുന്ന് പുച്ഛം ലോഡായിട്ട് തലയിൽ ചുമന്നിറക്കുവാണ് വക്കീൽ കുഞ്ഞ്. ശിവൻ തിരിഞ്ഞ് ലച്ചുവിനെ നോക്കി. അവൾ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. ശിവൻ തല വിനങ്ങനെ ആട്ടിക്കൊണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ, എൻ്റെ കെട്ടിയോൻ പിഴച്ചു പോയേ എന്ന് ഞാൻ രണ്ടിനെയും കൊല്ലും. അവൾ ചാടിത്തുള്ളി അടുക്കളയിലേക്ക് പോയി. പൊട്ടി. ലച്ചു പോയതും ശിവൻ വക്കീലിൻ്റെ കഴുത്തിൽ പിടിമുറുക്കി. അയ്യോ ലച്ചുമോളെ, ഓടി വരണേ, ഇവൻ എന്നെ കൊല്ലുന്നേ, വേഗം വാ. അയാൾ അലറാൻ തുടങ്ങിയതും ലച്ചു ഓടി വന്നു. അവളെ കണ്ടതും ശിവൻ കൈയെടുത്തുകൊണ്ട് അവളെ നോക്കി. കയ്യിൽ വെട്ടുകത്തിയും പിടിച്ചാണ് പെണ്ണിൻ്റെ നിൽപ്പ്. വാവേ, വേണ്ട, മേത്തുകൊണ്ട മുറിയും, കത്തി താഴെയിട്. നിന്റെ ശിവേട്ടന പറയുന്നേ. ആ ഡയലോഗേ അങ്ങനല്ലല്ലോ. വക്കീൽ ചിന്തിച്ചു നിന്നു. അവൻ എളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നതും അവൾ വെട്ടുകത്തി അവനെ നേരെ പിടിച്ചു. അവൻ വന്ന പോലെ രണ്ടടി പിന്നോട്ട് ചാടി. വക്കീൽ ചിരി കടിച്ചു പിടിച്ചു നിന്നു. ഈ സമയം അവളെ കാണാനെത്തിയ കാശിയും കല്ലുവും അലോഷിയും അവളുടെ നിൽപ്പും ശിവന്റെ ചാട്ടവും കണ്ട് പൊട്ടിച്ചിരിച്ചു പോയി. സോറി ഗൈസ്, കൈവിട്ടു പോയി. പെട്ടെന്നൊരു കൂട്ടച്ചിരി കേട്ടത് മൂന്നാളും തിരിഞ്ഞു നോക്കി. അവരെ കണ്ട ലച്ചുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൾ വെട്ടുകത്തി ടേബിളിൽ വെച്ചിട്ട് പുറത്തേക്ക് ഓടിച്ചെന്നു. ശിവനും നേർത്തൊരു പുഞ്ചിരിയോടെ അങ്ങോട്ടേക്ക് ചെന്നു. എന്നാൽ വക്കീലിന് അവരെ പിടികിട്ടിയില്ല. കാശിയേട്ടാ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കാശി അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് സ്റ്റെപ്പിൽ നിന്നിറങ്ങി പുറത്തേക്ക് നടന്നു. പെട്ടെന്നുള്ള അവൻ്റെ പെരുമാറ്റം എല്ലാവരിലും വേദന നിറച്ചു. ലച്ചു നിറകണ്ണുകളോട് അലോഷിയെയും കല്ലുവിനെയും നോക്കി. അവർ ദയനീയമായി നോക്കുവായിരുന്നു അവളെ. അവൾ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് തിരിഞ്ഞതും ശിവന്റെ നെഞ്ചിൽ ഇടിച്ചു നിന്നു. അവൾ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏങ്ങി കരയാൻ തുടങ്ങി. ശിവൻ അവളെ ചേർത്ത് പിടിച്ച് മുടിയിൽ തഴുകി. ലച്ചൂട്ടിയെ? ഉറക്കെയുള്ള കാശിയുടെ ഒച്ച കേട്ടതും ലച്ചു കരച്ചിൽ നിർത്തി ശിവന്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി നോക്കി. അവനൊരു ചിരിയോടെ കണ്ണുകൊണ്ട് അവളോട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. അവൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. അവളെ നോക്കി ഇരു കൈയും വിരിച്ചു പിടിച്ചുകൊണ്ടൊരു പുഞ്ചിരിയോടെ നിൽക്കുന്ന കാശിയെ കണ്ടതും അവൾ സന്തോഷത്തോടെ ശിവനെ നോക്കി. അവൻ അവളെ നോക്കി കണ്ണു ചിമ്മിയതും അവൾ അവനെ വിട്ടുകൊണ്ട് കാശിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിൽ ചാരി. കാശി അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ മുത്തി. ഏട്ടാ, സോറി ഏട്ടാ, ഞാൻ. അവൾ തേങ്ങലോടെ പറയാൻ തുടങ്ങിയതും കാശി അവളുടെ ചുണ്ടിൽ അവൻ്റെ ചൂണ്ടുവിരൽ ചേർത്ത് വെച്ചു. ഒന്നും പറയേണ്ട എൻ്റെ കുട്ടി, എല്ലാം എനിക്കറിയാം. കല്ലുമോള് പറഞ്ഞു. എങ്കിലും ഒരു കാര്യത്തിലാണ് എനിക്ക് നിന്നോട് പരിഭവമുള്ളത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരിക്കൽ പോലും ഏട്ടനോട് പറയാൻ നിനക്ക് തോന്നിയില്ലല്ലോ എന്നതിൽ.
കാശിയുടെ സ്വരം ഇടറിയിരുന്നു. ലച്ചു വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് മുഖമർത്തി കരയാൻ തുടങ്ങി. സാരമില്ലടാ, പോട്ടെ. ഇന്ന് ഏട്ടൻ്റെ കുട്ടി സന്തോഷത്തോടെയാണ് കഴിയുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി ഏട്ടനെ. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു. അവളും നേർത്തൊരു പുഞ്ചിരി അവന് മറുപടിയായി നൽകി. വാ. അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. അവരെ നോക്കി ഒരു പുഞ്ചിരിയോടെ നിൽക്കുവായിരുന്നു ശിവൻ. ഇവനെന്താ ഇങ്ങനെ നിൽക്കണേ? ആരോ വന്ന് സ്വന്തം പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു. കെട്ടിയോൾ ഇളിച്ചുകൊണ്ട് നിൽക്കുന്നു. വക്കീലിൻ്റെ കുരുട്ട് ബുദ്ധിയിൽ ഒന്നും തെളിയുന്നില്ല ഗസ്. മൊത്തം മാറാല പിടിച്ച് കിടക്കുക. ആരെങ്കിലും ഒന്ന് തലോടിയാലേ ശരിയാവൂ. മോള് പറ, എൻ്റെ അളിയൻ മോളെ നല്ലോണം നോക്കുന്നുണ്ടോ അതോ കഷ്ടപ്പെടുത്തുവാണോ? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി ചോദിച്ചതും ശിവൻ ഒരു ചിരിയോടെ ലച്ചുവിനെ നോക്കി. അളിയനോ? നോക്കണ്ട, വക്കീലേട്ടനാണ്, വിട്ടേര്. അത് രഹസ്യ, ചെവി കൊണ്ടുവാ, പറയാം. അവൾ കാശിയുടെ തല പിടിച്ച് താഴ്ത്തി ചെവിയിൽ എന്തോ പറഞ്ഞു. കാശി ഒരു പുഞ്ചിരിയോടെ ശിവനെ നോക്കി. എല്ലാവരും സംശയത്തോടെ കാശിയെയും. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ നമുക്ക് ഇവനെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ? കാശി മുഖത്ത് കപട ഗൗരവം വരുത്തിക്കൊണ്ട് ലച്ചുവിനോട് ചോദിച്ചു. ശിവനൊരു ചിരിയോടെ നോക്കി നിന്നതേ ഉള്ളൂ. അയ്യോ വേണ്ട, ഞാൻ വിധവയായി പോകും. പാവല്ലേട്ടാ എൻ്റെ ശിവേട്ടൻ. അവൾ ശിവനെ നോക്കി ചെറിയൊരു നാണത്തോടെ പറഞ്ഞു. അവളുടെ ഭാവം കണ്ട് എല്ലാവരിലും കള്ളച്ചിരി വിരിഞ്ഞു. ശിവൻ അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. അത് കാണേണ്ട താമസം അവളുടെ ഇരു കവളിലും രക്തം ഇരച്ചു കയറി. അയ്യടി, എന്താ അവളൊരു നാണം കൊള്ളി. കല്ല് അവളുടെ നാണം കണ്ടതും അവളെ കളിയാക്കി ചിരിച്ചു. ഷോ പൊടി. അവൾ ഇരു കൈ കൊണ്ട് കണ്ണു പൊത്തി. എല്ലാവരും ചിരിയോടെ അവളുടെ പ്രവൃത്തി നോക്കി നിന്നു. എല്ലാവരും വാ, ഇവിടെ തന്നെ നിൽക്കാതെ. ശിവൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ ചായ എടുക്കാം. അവർ അകത്തേക്ക് കയറിയതും ലച്ചു അത് പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കി. ഇതൊക്കെ എപ്പോ? കല്ലുവും കാശിയും പരസ്പരം നോക്കി. ഇപ്പോഴെല്ലാം അവൾ പഠിച്ചു. നിങ്ങളിരിക്ക്. ശിവൻ അവരുടെ നോട്ടം കണ്ട് പറഞ്ഞു. അവർ സോഫയിലേക്ക് ഇരുന്നു. ഞാൻ പോയി നോക്കട്ടെ. അതും പറഞ്ഞ് കല്ലു അടുക്കളയിലേക്ക് പോയി. അലോഷിയും കാശിയും ശിവനും വക്കീലും എതിർവശത്തായിരുന്നു. അല്ല ഇത്? അലോഷി സംശയത്തോടെ ചോദിച്ചു. വകയിലെൻ്റെ ഏട്ടനായിട്ട് വരും ജയചന്ദ്രൻ. ശിവനൊരു പുഞ്ചിരിയോടെ മറുപടി നൽകി. ആ ഏട്ടാ, ഇവരെ മനസ്സിലായില്ലല്ലോ. ഇത് കാശിനാഥ്, ലച്ചുവിൻ്റെ അപ്പച്ചിയുടെ മോന, അതായത് കല്യാണിയുടെ ഏട്ടൻ. ഇവരുടെ ഒപ്പം വന്ന കുട്ടിയില്ലേ, അവളാണ് കല്യാണി. പിന്നെ ഇത് അലോഷി, കല്യാണിയെ കെട്ടാൻ പോകുന്ന ചെക്കനാ. അവൻ വക്കീലിന് ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുത്തു. അയ്യേ, ഞാൻ എന്തൊക്കെയാ വിചാരിച്ചു ഇവരെ കുറിച്ച്. കുറച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവനെ കൊല്ലാൻ ആളെ വിട്ടേനെ. ആരോടും പറയണ്ട, പറഞ്ഞ എൻ്റെ അടിയന്തരം നടത്തും. വക്കീൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവരെ നോക്കി ഒന്ന് ഇളിച്ച് കാണിച്ചു. അതാ വക്കീൽ അടിച്ച ബോളെ ക്യാച്ച് എടുത്തുകൊണ്ട് ശിവൻ വക്കീലിൻ്റെ വിക്കറ്റ് വീഴ്ത്തി. അപ്പോഴേക്കും ലച്ചു ട്രെയിൽ ചായയുമായി വന്നു. അവളുടെ പിന്നാലെ പലഹാരങ്ങളുമായി കല്ലുവും. ദാ ചായ. ലച്ചു തന്നെ എല്ലാവർക്കും ചായയും പലഹാരങ്ങളും എടുത്തു കൊടുത്തു. എന്നിട്ട് ശിവൻ ഇരിക്കുന്നതിൻ്റെ അടുത്ത് വന്നു നിന്ന് എല്ലാവരെയും നോക്കി. സാരിയൊക്കെ ഉടുത്ത് നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിമാലയും. ശിവന്റെ അടുത്ത് നിൽക്കുന്ന ലച്ചുവിനെ കാശിയൊന്ന് നോക്കി. തൻ്റെ കൈ പിടിച്ചു നടന്ന ആ പഴയ ലച്ചൂട്ടിയിൽ നിന്നും ഇന്ന് അവളൊരു കുടുംബിനിയായി മാറിയിരിക്കുന്നു എന്നത് അവനൊരു പുഞ്ചിരിയോടെ ഓർത്തു. പഴയ പോലെയല്ല, ഇന്ന് ആ ചുണ്ടിലൊരു ചെറു പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ട്. അതിൽ നിന്നും അവൾ ശിവന്റെ ഒപ്പം എത്രത്തോളം സന്തോഷത്തിലാണെന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. എന്താ ഏട്ടാ? തന്നെ ഒരു പുഞ്ചിരിയോടെ നോക്കിയിരുന്ന കാശിയെ നോക്കി ലച്ചു നെറ്റു ചുളിച്ചു. ഒന്നുമില്ലടാ, ഞാൻ എൻ്റെ ലച്ചൂട്ടിയെ ഒന്ന് കണ്ണു നിറച്ച് കണ്ടതല്ലേ. അവൻ അവളെ തന്നെ കണ്ണു വിടർത്തി പറഞ്ഞു. ഇച്ചായ, എന്തേ ഒന്നും മിണ്ടാത്തേ? അവൾ അലോഷിയുടെ അടുത്ത് വന്നിരുന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ നിങ്ങളുടെ സംസാരം കേൾക്കുമായിരുന്നു എൻ്റെ ലച്ചൂട്ടിയെ. അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി. അതിനവൻ അവളുടെ കവിളിൽ ഒരു ഉമ്മ നൽകി. അറിയാതെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി മുട്ടിട്ടു. കാശി. തറവാടിൻ്റെ കുളക്കടവിൽ ഇരിക്കുകയായിരുന്നു കാശിയും ശിവനും അലോഷിയും. ലച്ചുവും കല്ലുവും ഉച്ചത്തേക്കുള്ള സദ്യ ഒരുക്കുന്ന തിരക്കിലാണ്. ഒപ്പം ശാന്തേച്ചിയുമുണ്ട്. വക്കീലേട്ടൻ ആരെയോ കാണാൻ പോയി. കുളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരയെ നോക്കിയിരിക്കുമായിരുന്ന കാശി പെട്ടെന്ന് ശിവന്റെ വിളികേട്ട് തലചേരിച്ച് അവനെ നോക്കി. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? ലച്ചുവിനെ നിങ്ങളിൽ നിന്നും അകറ്റിയതിന്. കുളത്തിലേക്ക് നോട്ടം തെറ്റിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ ചോദ്യം. അവൻ്റെ ചോദ്യം കേട്ടതും കാശി ഒന്ന് ചിരിച്ചു. എന്തിന്? എനിക്ക് നിന്നോട് നന്ദിയേ ഉള്ളൂ ശിവ. അത്രയും വൃത്തികെട്ടൊരു കുടുംബത്തിൽ നിന്നും എൻ്റെ കുഞ്ഞിപ്പെങ്ങളെ രക്ഷിച്ചതിന്, ഇന്ന് പൊന്നുപോലെ നോക്കുന്നതിന്. അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നവൾ ജീവനോടെ ഉണ്ടാകുമോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അത്രത്തോളം വേദനയും ദുഃഖങ്ങളും അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ മോള്. ഒന്നും ആരോടും പറയാതെ.
വൈകിപ്പോയി എല്ലാം തിരിച്ചറിയാൻ. പക്ഷേ ദൈവമായിട്ട് കൊണ്ടെത്തിച്ചതാ നിന്നെ അവിടെ. അതുകൊണ്ടല്ലേ ഇന്ന് അവൾ സന്തോഷത്തോടെ ഇവിടെ കഴിയുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. കാശിയിടറിയ സ്വരത്തിൽ ശിവന്റെ ഇരുകൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ വിഷമിക്കേണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അവൾക്കൊരു പോറൽ പോലും ഏൽക്കില്ല. അതിനു ഞാൻ സമ്മതിക്കില്ല. എനിക്കിന്ന് ആകെ സ്വന്തമെന്ന് പറയാൻ അവളേ ഉള്ളൂ. അവനൊരു ചിരിയോടെ പറഞ്ഞു. അപ്പം ഞങ്ങളോ? അലോഷി അവനെ കൂർപ്പിച്ചു നോക്കി ചോദിച്ചു. ഇപ്പോൾ നിങ്ങളും, ശിവൻ തിരുത്തി പറഞ്ഞു. അവൻ്റെ ഭാവം കണ്ട് കാശിക്കും അലോഷിക്കും ചിരി ഇങ്ങെത്തിയിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട് കാശി, ശിവൻ അസ്വസ്ഥതയോടെ പറഞ്ഞു. എന്താ അളിയാ? അവൻ സംശയത്തോടെ അവനെ നോക്കി. എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ, അവർ ഓരോരോ പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നുണ്ട്. രമേശൻ മറ്റൊരു പ്രശ്നമായിരുന്നു. പക്ഷേ അത് ഞാൻ ഒരുവിധം ഒതുക്കി. ഇനിയുള്ളത് അവരെ ഒന്ന് നേരിട്ട് കാണണം എനിക്ക്. പോകാനിരിക്കുമായിരുന്നു ഞാൻ. അപ്പോഴാ നിങ്ങൾ വന്നേ. ശിവൻ കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. കാശിയും അലോഷിയും പരസ്പരം നോക്കി നെറ്റി ചുളിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം ഉണ്ടല്ലോ അളിയാ ഇവിടെ. ഞങ്ങളും വരാം. നമുക്ക് പോയി കാണാം. അലോഷി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശിവൻ രണ്ടാളെയും കണ്ണ് വിടർത്തി മാറി മാറി നോക്കി. ഞങ്ങളുണ്ട് കൂടെ, കാശി പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിൽ കൈയിട്ടു. മറുവശത്തായി അലോഷിയും. ഉച്ചയ്ക്ക് സദ്യ കഴിച്ച എല്ലാവരും കൂടി ശിവന്റെ പാടം കാണാൻ ഇറങ്ങി. 5 ഏക്കർ വരുന്ന പാടത്ത് ഒരു വശത്ത് നെൽച്ചെടികളും മറുവശത്ത് മരച്ചീനിയും ഇഞ്ചിയും മഞ്ഞളും തെങ്ങും വാഴയും അടങ്ങുന്ന മനോഹരമായ കാഴ്ചയായിരുന്നു അത്. അലോഷിയുടെ കൈപിടിച്ച് കല്ലുവും ശിവന്റെ കൈപിടിച്ച് ലച്ചുവും കാശിയോടൊപ്പം വക്കീലേട്ടനും അവരുടെ ഏറ്റവും പുറകിലായി നാരായണേട്ടനും കൂടി. മുന്നോട്ട് നടന്നവർ കനാലിൻ്റെ ഒരു വശത്ത് ഇരുപ്പുറപ്പിച്ചു. ഇളം കാറ്റിൻ്റെ സംഗീതത്തിൽ തലയാട്ടി നൃത്തം ചെയ്യുന്ന നെൽത്തരികളെ നോക്കി അവർ അവിടെ ഇരുന്നു. രുദ്ര, ശിവന്റെ കയ്യിൽ കൈചുറ്റി തോളിൽ തലചായ്ച്ചിരിക്കുന്ന ലച്ചുവിനെ ശിവൻ സൗമ്യമായി വിളിച്ചു. അവളൊന്ന് മൂളി അവനെ മുറുക്കെ പിടിച്ചുകൊണ്ട്. ഇപ്പം സന്തോഷമായില്ലേ? അവൻ അവളുടെ മുടിയിൽ ഒന്ന് മുത്തിക്കൊണ്ട് ചോദിച്ചു. ഒരുപാട് സന്തോഷമായി ശിവേട്ട. അവനെ നോക്കി കണ്ണു വിടർത്തി പറയുന്നവളെ അവൻ അതിയായ വാത്സല്യത്തോടെ നോക്കിയിരുന്നു. ശിവേട്ട, അവരൊക്കെ ഇന്ന് പോകൂലേ? അവരോട് പോവണ്ടെന്ന് പറയൂ ഏട്ടാ. തന്നെ ദയനീയമായി വാടിയ മുഖത്തോടെ നോക്കി ചോദിക്കുന്നവളെ അവൻ അലിവോടെ നോക്കി. അവരിന്ന് പോകുന്നില്ല ലച്ചൂട്ടിയെ. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും നമ്മളോടൊപ്പം. അവൻ അവളുടെ കൈത്തണ്ടയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. നേരാണോ? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. അതേലോ. അവൻ പറഞ്ഞതും അവൾ സന്തോഷത്തോടെ അവനെ ചുറ്റിപ്പിടിച്ച് കവളിൽ ഇറുക്കെ ചുംബിച്ചു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൻ കിളി പോയിരുന്നു. അവൾ ചാടിയണീറ്റ് കാശിയുടെ അടുത്തേക്ക് ഓടി.